ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ 3 പേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ 3 പേരും കുഞ്ഞല്ലേ, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. ഒരു ദിവസം ടീനു പക്ഷി ഭക്ഷണവും അന്വേഷിച്ച് കാട്ടിൽ പറക്കുകയായിരുന്നു. അപ്പോൾ താഴെ ഒരു സ്വീറ്റ് കിടക്കുന്നത് അത് ശ്രദ്ധിച്ചു. അയ്യോ, ഇത് കാണാൻ ഏതോ സ്വീറ്റ് പോലെ ഉണ്ടല്ലോ. ഇത് മനുഷ്യർ കഴിക്കുന്നതാണ്. ഇന്ന് അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് ഉടനെ താഴേക്ക് വന്ന് ആ സ്വീറ്റ് തന്റെ ചുണ്ടുകൊണ്ട് കടിച്ച് അവിടെ നിന്നും കാട്ടിലേക്ക് പോയി. അത് ആ സ്വീറ്റ് എടുത്തുകൊണ്ടുപോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുവച്ചു. അതിന്റെ കൂടിരിക്കുന്ന മരത്തിലെ എല്ലാ ചില്ലകളിലും വേറെ പക്ഷികൾ കൂടുണ്ടാക്കിയിരുന്നു. ഒരു കൂട്ടിലിരുന്ന് മൈന പറഞ്ഞു, ആ ടീനു, ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? കാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഏതോ മനുഷ്യർ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഞാനും പോയി നോക്കട്ടെ, ഒരുപക്ഷെ ഇനി എനിക്കും അത് കിട്ടിയാലോ. അങ്ങനെ പറഞ്ഞ് അതവിടെ നിന്നും പറന്നുപോയി. മൈന പോയതെന്തായാലും നന്നായി. ഞാനും പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോകുമ്പോൾ അവൾ ഇത് വന്ന് എടുക്കും. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ടീനു കുളത്തിനടുത്തേക്ക് പോയതും മൈന തിരിച്ചും വന്നു. എനിക്കറിയാമായിരുന്നു, ഞാനിവിടെ ഉണ്ടെങ്കിൽ ആ സ്വീറ്റും വിട്ട് അവൾ എവിടേക്കും പോകില്ല. ഇപ്പോൾ തന്നെ ഇത് കൈക്കലാക്കിയേക്കാം. അങ്ങനെ മൈന ടീനുവിന്റെ കൂട്ടിലിരുന്ന സ്വീറ്റ് എടുത്തോണ്ട് പോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വച്ചു. ടീനു വെള്ളം കുടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിന്റെ കൂട്ടിൽ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഷോക്കായി. അയ്യോ, ഈ സ്വീറ്റ് ഞാൻ ഇവിടെയാണല്ലോ വച്ചിരുന്നത്. ആരായിരിക്കും എടുത്തത്? അത് അവിടെയും ഇവിടെയും തിരഞ്ഞു നോക്കി. അപ്പോൾ മൈനയുടെ കൂട്ടിൽ ആ സ്വീറ്റ് ഇരിക്കുന്നത് കണ്ട് ഉടനെ അത് കൂടിനടുത്തേക്ക് പോയി. എനിക്കറിയാം, ഈ മൈനയായിരിക്കും ഇത് മോഷ്ടിച്ചത്. ആദ്യം ഇതെന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അത് കൂടിനകത്തേക്ക് പോകാൻ നോക്കി. എന്നാൽ അതിനുള്ളിൽ മൈന അവിടെ വന്ന് കൂടിന്റെ മുൻപിൽ വന്ന് നിന്നു. ഇത് എന്റെ സ്വീറ്റാ, നീ എന്തിനാ മോഷ്ടിച്ചത്? ഞാൻ നിന്റെ മുൻപിൽ വെച്ചല്ലേ സ്വീറ്റ് അന്വേഷിച്ചു പോയത്. അത് എനിക്കും കിട്ടി. ഇതെങ്ങനെയാണ് നിന്റെ സ്വീറ്റ് എന്ന് നീ പറയുന്നത്? ഇത് എന്റേത് തന്നെയാ. അവിടെ വേറെ ഒരു സ്വീറ്റും ഇല്ലായിരുന്നു. ഞാൻ മോഷ്ടിച്ചത് നീ കണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഇത് എന്റെ കൂട്ടിലിരിക്കുന്നതുവരെ അതിന്റെ അവകാശി ഞാനാണ്. ടീനുവിന് അതിനുശേഷം ഒന്നും പറയാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ സാക്ഷിയില്ലാതെ എങ്ങനെ മൈനയെ കുറ്റം പറയാൻ പറ്റും? മൈന ആ സ്വീറ്റ് എടുത്ത് കുറച്ച് കഴിച്ചു. അതിനുശേഷം കൂട്ടിനുള്ളിൽ തന്നെ കളിച്ചു. അപ്പോൾ ഒരു അത്ഭുതവും സംഭവിച്ചു. ആ സ്വീറ്റ് അനങ്ങാനും ആടാനും തുടങ്ങി. പതുക്കെ പതുക്കെ മൈനയുടെ കൂട്ടിലുണ്ടായിരുന്ന ആ സ്വീറ്റ് ടീനുവിന്റെ കൂട്ടിലേക്ക് വന്നു. അപ്പോൾ മൈന നോക്കിയപ്പോൾ അവിടെ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഒരുപാട് ഷോക്കായി. ടീനു, നീ എന്റെ കൂട്ടിൽ നിന്നും സ്വീറ്റ് മോഷ്ടിച്ചോ? അതെനിക്ക് തിരിച്ചുതാ. ആദ്യത്തെ കാര്യം, ഞാൻ മോഷ്ടിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ സ്വീറ്റ് ഇപ്പോൾ എന്റെ കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് അത് എന്റെ മാത്രം സ്വന്തമാ. ഇത് കേട്ടതും മൈനയ്ക്ക് മനസ്സിലായി, നമ്മൾ ചെയ്തത് നമുക്ക് നേരെ തിരിഞ്ഞെന്ന്. അതുകൊണ്ട് ശാന്തമായി അത് അവിടെ നിന്നും പോയി. ഈ സ്വീറ്റ് ആ കൂട്ടിൽ നിന്നും ഈ കൂട്ടിൽ തന്നെ എങ്ങനെ വന്നു? തന്നെ വന്നതല്ല, ഞങ്ങളാണ് എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ ആ സ്വീറ്റിന്റെ താഴെ നിന്ന് 3 ഉറുമ്പുകൾ പതുക്കെ അടുത്തേക്ക് വന്നു. ആ ഉറുമ്പുകളെ കണ്ട് ടീനു ഷോക്കായി. അയ്യോ, നിങ്ങളെപ്പോഴാ എന്റെ കൂട്ടിലേക്ക് വന്നത്? ഞങ്ങളാണ് ആദ്യം ഈ സ്വീറ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ നീ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ ചെറുതായതുകൊണ്ട് നിന്റെ കണ്ണിൽ ഞങ്ങൾ പെട്ടില്ല. ഈ സ്വീറ്റിനോടൊപ്പം ഞങ്ങൾ 3 പേരും ഇവിടേക്ക് വന്നു. അതിനുശേഷം മൈന അതിന്റെ കൂട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയപ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ അവിടേക്ക് പോയി. അപ്പോഴാണ് 2 പേരും സംസാരിക്കുന്നത് കേട്ടത്. ഞങ്ങൾക്ക് മൈനയോട് ഒരുപാട് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് സാഹചര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേരും സ്വീറ്റ് നിന്റെ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ ടീനു സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ 3 പേർക്കും ഒരുപാട് നന്ദി. ഇനി ഈ സ്വീറ്റ് നിങ്ങളുടെയും കൂടിയാ. ഇനി ഞാനിത് കഴിക്കില്ല. അയ്യോ, വേണ്ട വേണ്ട, ഞങ്ങൾ കഴിക്കാനുള്ളത് ആദ്യം തന്നെ കഴിച്ചു. ഇനി കഴിക്കാനൊന്നും പറ്റില്ല. ഇനി ഇത് നിന്റേതാ. ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്. ഇനി ബാക്കിയുള്ളത് ഞാൻ കഴിക്കാം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഇനി നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കാം. ആ 3 ഉറുമ്പുകളും ശരിയെന്ന് പറഞ്ഞ് അവർ 3 പേരും ആ കൂട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി.
അവർ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഒരിക്കൽ 3 പേരും തറയിൽ നടന്നു പോകുമ്പോൾ ടീനു അവരോടൊപ്പം തന്നെ കാറ്റിൽ പറന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥയും മാറി. നന്നായി മഴ പെയ്യാനും തുടങ്ങി. പാവം ടീനുവിന് ശരിക്ക് പറക്കാനും കഴിഞ്ഞില്ല. തറയിൽ വെള്ളമൊഴുകാനും തുടങ്ങി. ഉറുമ്പുകളെല്ലാം വെള്ളത്തിൽ അകപ്പെട്ടു. അത് കണ്ടതും ടീനു ചിന്തിച്ചു. അത് മരത്തിലുള്ള ഇലകൾ പറിച്ച് വെള്ളത്തിലേക്കും ഇട്ടു. 3 ഉറുമ്പുകളും ആ ഇലയിലും കയറിയിരുന്നു. അവർ ജീവനും രക്ഷിച്ചു. മഴയെല്ലാം കഴിഞ്ഞതിനു ശേഷം ടീനു 3 പേരെയും കൂട്ടിലേക്കും കൊണ്ടുപോയി. ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ 3 പേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ 3 പേരും കുഞ്ഞല്ലേ, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. അടുത്ത ദിവസം ഒരു വേട്ടക്കാരൻ കാട്ടിലേക്കും വന്നു. അപ്പോൾ ആ ഉറുമ്പുകൾ മരത്തിന് താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ടീനു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. ആ കൊള്ളാമല്ലോ, സുന്ദരിയായ ഒരു പക്ഷി. ഇതിനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ പറ്റൂ. അങ്ങനെ ടീനുവിന് നേരെ അയാൾ ഉന്നം വച്ചു. ഉറുമ്പുകൾ അതപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവർ അയാളുടെ കാലിൽ കയറി. ആ 3 ഉറുമ്പുകളും അയാളെ ഒരേ സമയം കടിച്ചു. ആ വേട്ടക്കാരന് വേദനിച്ച് അതുകൊണ്ട് ടീനുവിന് നേരെ വെച്ച ഉന്നം അയാൾ മാറ്റി വെടിവെച്ചു. അപ്പോൾ വെടിവെച്ചത് ഒരു കരിക്കിൽ കൊണ്ട് ആ കരിക്ക് നേരെ ആ വേട്ടക്കാരന്റെ തലയിൽ തന്നെ വീണു. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. വേട്ടക്കാരൻ തല കറങ്ങി താഴേക്കും വീണു. ഒരുപാട് നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾ 3 പേരും ഇത്ര ചെറുതായിട്ടും ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളെ ചെറുതായി കണക്കാക്കി. കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ. ശരി, ഈ വേട്ടക്കാരൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് നമുക്ക് പോയേ പറ്റൂ. അതിനുശേഷം 4 പേരും സന്തോഷത്തോടെ അവിടെ നിന്നും അവരുടെ കൂട്ടിലേക്ക് പോയി. നമ്മൾ രണ്ടും സ്വർണ്ണപ്പക്ഷിയാ, ഈ കാട്ടിലെ സുന്ദരി പക്ഷികൾ. നമ്മൾ തമ്മിൽ മാത്രമേ സുഹൃത്തുക്കളാവാൻ പാടുള്ളൂ. ആ സാധാരണപ്പെട്ട പക്ഷികൾക്ക് നമ്മളുടെ സുഹൃത്താവാൻ അർഹതയില്ല. ദൂരെ ഒരു കാടുണ്ടായിരുന്നു. അവിടെയാണ് സ്വർണ്ണപ്പക്ഷി ജീവിച്ചിരുന്നത്. അവളുടെ പേര് അവളുടെ ചിറകിന്റെ സൗന്ദര്യം കൊണ്ടാണ് കിട്ടിയത്. ആ കാട്ടിലെ തന്നെ ഒരുപാട് സൗന്ദര്യമുള്ള പക്ഷിയായിരുന്നു അവൾ. ഒരു ദിവസം സ്വർണ്ണപ്പക്ഷി കൂട്ടുകാരികളായ നീലുപക്ഷിയോടൊപ്പവും ടീനുപക്ഷിയോടൊപ്പവും വൈകുന്നേരം കളിക്കുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഒരു കഴുകൻ പിന്നാലെ വന്ന് അവരെ വേട്ടയാടാൻ വേണ്ടി അവിടെ പറന്നു വരുന്നുണ്ടെന്ന്. സ്വർണ്ണപ്പക്ഷി മേഘങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് പോയി. പെട്ടെന്ന് ടീനുപക്ഷി കണ്ടു ഒരു കഴുകൻ അവരെ വേട്ടയാടാൻ വരുന്നത്. സുഹൃത്തുക്കളെ, വേഗം താഴെ പോകൂ, കഴുകൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അത് പറയുന്നത് കേട്ട് സ്വർണ്ണപ്പക്ഷിയും നീലുപക്ഷിയും താഴേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ടീനുപക്ഷി അബദ്ധത്തിൽ ഒരു മരത്തിൽ പോയി ഇടിച്ചു. അതിന്റെ ചിറകിൽ പരിക്കേറ്റു. അത് പെട്ടെന്ന് തറയിൽ വീണു. എഴുന്നേൽക്കാൻ നോക്കി പറ്റിയില്ല. ഇത് കണ്ട് സ്വർണ്ണപ്പക്ഷിയും നീലുപക്ഷിയും അവിടേക്ക് പോയി. എടി ടീലു, നിനക്ക് എന്താ പറ്റിയത്? ടീനു, നിനക്ക് കുഴപ്പമില്ലല്ലോ. എന്റെ ചിറകുകൾ നന്നായി വേദനിക്കുന്നു. ഇത് പറഞ്ഞവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ പറ്റിയില്ല. നീ ഇനി അനങ്ങാൻ ശ്രമിക്കണ്ട. അനങ്ങിയാൽ വീണ്ടും വേദന എടുക്കും. എന്നാൽ ഇവിടെ നമ്മൾ എങ്ങനെ ശരിയാക്കും? ഇവളുടെ മുറിവും വേദനയും ശരിയാക്കാൻ നമുക്ക് സുവർണ പുഷ്പം കൊണ്ടുവരണം. അത് കരിമലയിൽ മാത്രമേ ഉള്ളൂ. ഞാനും ആ പൂവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നോക്ക്, കരിമലയിൽ എപ്പോഴും നല്ല ഇരുട്ടാണ്. എന്നാൽ നിനക്കിപ്പോൾ അവിടെ പോകാൻ പറ്റും. കാരണം നിന്റെ സുവർണ നിറം നിലാവിന്റെ വെളിച്ചത്തിലും തിളങ്ങും. അതിന്റെ വെളിച്ചം കിട്ടും. നിനക്ക് ആ പൂവ് നിഷ്പ്രയാസം കൊണ്ടുവരാം. ഇത് കേട്ട് സ്വർണ്ണപ്പക്ഷി ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ ആ പൂവുമെടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ വരാം. ഇത് കേട്ട് ബാക്കി 2 പക്ഷികളും സന്തോഷിച്ചു. നീലുപക്ഷി ടീനുപക്ഷിക്ക് തുണയായിരുന്നു. സ്വർണ്ണപ്പക്ഷി കരിമലയിലേക്കും പറന്നുപോയി. വഴി വളരെ വലുതായിരുന്നു. കുറേ ദൂരം പറന്നുപോയപ്പോൾ സ്വർണ്ണപ്പക്ഷി കണ്ടു തികച്ചും അവളെപ്പോലെ തന്നെയുള്ള മറ്റൊരു പക്ഷി ആകാശത്ത് പറക്കുന്നത്. സ്വർണ്ണപ്പക്ഷി അവളെ ഒരു ഞെട്ടലോടെ നോക്കി. എന്തുകൊണ്ടെന്നാൽ തന്നെ പോലെയുള്ള ഒരു മറ്റൊരു പക്ഷിയെ അവൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അവൾ അതിന്റെ അടുത്തുപോയി
അതിന്റെ കൂടെ തന്നെ പറന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പേര് സ്വർണപക്ഷി എന്നാ. നിന്നെ കാണാൻ എന്നെപ്പോലെ ഉണ്ടല്ലോ. നിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ലല്ലോ. എവിടുന്നാ വന്നത്? എന്റെ പേരും സ്വർണപക്ഷി എന്നാ. ഇത് കേട്ട് സ്വർണപക്ഷി അവളോടെല്ലാം പറഞ്ഞു. അത് കേട്ട് അവൾ പറഞ്ഞു, നീയൊരു സ്വർണപക്ഷിയായിട്ട് ഒരു സാധാരണ പക്ഷിയാണോ ചങ്ങാതി? അവർക്ക് വേണ്ടി നീ സുവർണ പുഷ്പം എടുക്കാൻ പോകുന്നോ? ഹാ, അതുകൊണ്ടെന്താ? നമ്മൾ രണ്ടും സ്വർണപക്ഷിയാ, ഈ കാട്ടിലെ സുന്ദരി പക്ഷികൾ. നമ്മൾ തമ്മിൽ മാത്രമേ സുഹൃത്തുക്കളാവാൻ പാടുള്ളൂ. ആ സാധാരണപ്പെട്ട പക്ഷികൾക്ക് നമ്മളുടെ സുഹൃത്താവാൻ അർഹതയില്ല. ആ പക്ഷി സ്വർണപക്ഷിയോട് അതും ഇതുമെല്ലാം പറഞ്ഞപ്പോൾ അത് കേട്ട് അവൾക്ക് അഹങ്കാരം വന്നു. മറുവശത്താണെങ്കിൽ ടീനുപക്ഷിയും നീലുപക്ഷിയും സ്വർണപക്ഷി വരാനായി കാത്തിരുന്നു. രാവിലെ ആയപ്പോഴും സ്വർണപക്ഷിയുടെ ഒരു വിവരവുമില്ല. നീലു ടീനുവിനോട് പറഞ്ഞു താൻ സ്വർണപക്ഷിയെ നോക്കിയിട്ട് വരാമെന്ന്. നീലു അവളെ അവിടെ വിട്ട് മുകളിലേക്ക് പറന്നു. കുറെ പറന്നുപോയപ്പോൾ അവൾ 2 സ്വർണപക്ഷികൾ ഒരുമിച്ച് പറക്കുന്നത് കണ്ടു. അവൾ പിന്നാലെ പോയി. പിന്നെ അവൾ അടുത്തുപോയി സ്വർണപക്ഷിയോട് സംസാരിക്കാനും തുടങ്ങി. സ്വർണപക്ഷി, നീ ടീനുപക്ഷിക്ക് സുവർണപുഷ്പം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇവിടെ എന്തു ചെയ്യുവാ? ക്ഷമിക്കണം, ഇനി നിങ്ങൾ എന്റെ സുഹൃത്തുക്കളെ അല്ല. ഇനി എന്റെ സുഹൃത്ത് എന്റെ കൂടെ പറക്കുന്ന ഈ സ്വർണപക്ഷിയാണ്. നിനക്ക് നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കാരം വന്നിരിക്കുക. കുഴപ്പമില്ല, നീ കൊണ്ടുവരില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ തനിച്ചു പോയി ആ പൂവെടുത്തു കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ നീലുപക്ഷി മലയ്ക്ക് നേരെ പറന്നുപോയി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ചുണ്ടിൽ സുവർണ പുഷ്പവും എടുത്ത് ടീനുവിന്റെ അടുത്തേക്ക് പോയി. ടീലുപക്ഷി ഇത് കണ്ട് സന്തോഷിച്ചു. അവൾ ചോദിക്കാൻ തുടങ്ങി, എടി നീലു, നീ തനിച്ചാണോ പൂവെടുത്തുകൊണ്ട് വന്നത്? സ്വർണപക്ഷി എവിടെ പോയി? ഇത് കേട്ട് നീലുപക്ഷി ചുണ്ടിലുള്ള സുവർണ പുഷ്പം താഴെയിട്ട് പറഞ്ഞു, നീ ആദ്യം ഈ പൂവ് കഴിച്ച് നിന്റെ വേദന മാറ്റ്, എന്നിട്ട് ഞാൻ പറയാം. ടീലു ആ പൂവിന്റെ ചില ഇതളുകൾ കഴിച്ചു. അത് കഴിച്ചതും ടീലുപക്ഷിയുടെ വേദന അപ്പോൾ തന്നെ മാഞ്ഞുപോയി. അവൾക്കിപ്പോൾ നന്നായി ചിറകടിക്കാം. നിനക്ക് ഒരുപാട് നന്ദി എന്റെ സുഹൃത്തേ. ഇപ്പോൾ നീ പറ, സ്വർണപക്ഷി എവിടെ പോയി? ഇത് കേട്ട് നീലു അവളോടെല്ലാ കാര്യവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾ വല്ലാതെയായി. ഇനി സ്വർണപക്ഷിയുമായി ഒരു സൗഹൃദവും വേണ്ട എന്നവർ തീരുമാനിച്ചു. മറുവശത്ത് സ്വർണപക്ഷി പുതിയ സുഹൃത്തുമായി സന്തോഷത്തിലായിരുന്നു. അവർ ദിവസം മുഴുവനും ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. രണ്ടുപേരും മറ്റു കിളികളുമായി സംസാരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ചിന്തയിൽ മറ്റൊരു പക്ഷികളും അവരോട് കൂട്ടുകൂടാൻ അർഹരല്ലെന്നാണ്. ഒരിക്കൽ കാട്ടിൽ നന്നായി മഴ പെയ്തു. 2 പക്ഷികളും വേഗം ഒരു മരത്തിന്റെ മുകളിലും പോയിരുന്നു. പെട്ടെന്ന് നല്ലൊരു കാറ്റടിച്ചപ്പോൾ ആ മരത്തിലെ ഒരു പച്ച ഇല സ്വർണപക്ഷിയുടെ മുകളിൽ വീണു. അവളപ്പോൾ തറയിലുണ്ടായിരുന്ന ചെളിക്കുഴിയിൽ വീണു. ഇപ്പോൾ മഴ അവസാനിച്ചിരുന്നു. എന്നാൽ സ്വർണപക്ഷി പൂർണ്ണമായും ചെളിക്കുഴിയിൽ അകപ്പെട്ടിരുന്നു. അവളുടെ ചിറകുകൾ അകപ്പെട്ടിരുന്നു. നീ മുകളിലിരുന്ന് എന്താ നോക്കുന്നത്? വന്നെന്നെ സഹായിക്കേ. ഇത് കേട്ട് പുതിയ സ്വർണപക്ഷി താഴെ വന്നു. എന്നാൽ കാലുകൾ നിലത്തു വെക്കാതെ അവൾ പറഞ്ഞു, ഇപ്പോൾ നിന്നെ കാണാൻ ഒരു കാശിനും കൊള്ളില്ല. എപ്പോൾ മുതൽ നിന്റെ സുവർണ നിറം നഷ്ടമായോ അപ്പോൾ മുതൽ എന്റെ സുഹൃത്താവാൻ നിനക്ക് അർഹതയില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയാ, എന്നാൽ പറക്കാൻ പറ്റുന്നില്ല. നീ എനിക്ക് കുറച്ച് വെള്ളം തന്ന് സഹായിച്ചാൽ ഞാൻ വീണ്ടും എന്റെ സുവർണ നിറത്തിലോട്ട് തന്നെ മാറും. നീ ഇപ്പോൾ അതിന് എന്റെ സുഹൃത്തേ അല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ നിനക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരുന്നത്? ആർക്കറിയാം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നിന്റെ സൗന്ദര്യം തിരിച്ചു കിട്ടി നീ പഴയതുപോലെ ആകുമെന്ന്. ഞാനതുകൊണ്ട് പോവുക. ഇങ്ങനെ പറഞ്ഞത് പറന്നുപോയി. അപ്പോൾ സ്വർണപക്ഷിക്ക് തന്റെ പഴയ കൂട്ടുകാരെ ഓർമ്മ വന്നു. എന്നാൽ അതിന്റെ ചിറകുകൾ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് പറക്കാൻ പറ്റില്ല. ഒരുപാട് നേരം വരെ അവൾ ഈ അവസ്ഥയിൽ തറയിൽ തന്നെ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നീലുപക്ഷിയും ടീലുപക്ഷിയും അതുവഴി പറന്നു വന്നു. അവർ അവളെയും കണ്ടു. അവളെ കണ്ട് രണ്ടുപേരും അവളുടെ അടുത്തേക്ക് പോയി. അയ്യോ, നീ എങ്ങനെയാ ഈ ചെളിക്കുഴിയിൽ അകപ്പെട്ടത്? നീ എങ്ങനെ ഇതിൽ വീണു? ടീനുപക്ഷി, നീലുപക്ഷി, നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ സ്വർണപക്ഷിയാ. എന്നാലും നിനക്കെങ്ങനെ ഈ അവസ്ഥ വന്നു? നിന്റെ കൂട്ടുകാരി എവിടെ പോയി? ഇത് കേട്ട് സ്വർണപക്ഷി മാപ്പും ചോദിച്ച് അവരോടെല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീലുപക്ഷി പറഞ്ഞു, അഹങ്കാരത്തിലായിരുന്ന നിനക്കിപ്പോൾ മനസ്സിലായോ? ഞങ്ങൾക്ക് നിന്റെ അത്ര സൗന്ദര്യമില്ല അല്ലേ?
സംസാരിക്കാൻ പോലും അർഹരല്ല അല്ലേ? ഇപ്പോൾ കണ്ടോ എവിടെ അവൾ? ഇപ്പോൾ നിനക്ക് അർഹത മനസ്സിലായോ? ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കുറവായി കാണില്ല. ഇത് കേട്ട് നീലുപക്ഷിയും ടീലുപക്ഷിയും ഒരു ചെറിയ മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് സ്വർണപക്ഷിയോട് അവർ അതിൽ മുറുകെ കടിക്കാൻ പറഞ്ഞു. എപ്പോൾ സ്വർണപക്ഷി ആ വിറകിൽ ശക്തിയായി കടിച്ചോ, ആ വിറകിന്റെ രണ്ടു വശത്തായി നീലുപക്ഷിയും ടീലുപക്ഷിയും തന്റെ കാലുകൾ കൊണ്ട് മുറുകെ പിടിച്ച് അവളെയും കൊണ്ട് ആകാശത്തേക്ക് പറന്നു. കുളത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവളെ അവർ വെള്ളത്തിൽ മുക്കി. പിന്നെ വീണ്ടും അവളെ മുകളിലേക്ക് പൊക്കി. ഇങ്ങനെ ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിലും ചിറകിലും ഉണ്ടായിരുന്ന ചെളിയെല്ലാം പോയി. അവൾക്ക് വീണ്ടും സൗന്ദര്യം തിരിച്ചു കിട്ടി, പറക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും കൂടെ അവളും പോയി. അവർ ഒരുമിച്ച് കളിക്കുകയും ചെയ്തു.